السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം. അള്ളാഹു നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ പുണ്യം നൽകപ്പെട്ട ഈ ദിവസങ്ങളിലൂടെ ഇബാദത്തുകളിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളും റബ്ബിന്റെ തൃപ്തിയിലായിക്കൊണ്ട് കഴിയാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഈ പുണ്യ റമളാനിൽ നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ സൽക്കർമ്മങ്ങളിൽ നിരതരായി ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ വളരെ നല്ലതായിരിക്കും. കാരണം എത്രത്തോളം നമ്മൾ ഈ റമളാനിന്റെ പുണ്യം നമുക്ക് നേടാൻ കഴിഞ്ഞു, എത്രത്തോളം നമ്മുടെ കർമ്മങ്ങൾ എത്രത്തോളം നന്നാക്കാൻ സാധിച്ചു. റഹ്മാനായ റബ്ബിന്റെ ഈ ഒരു എന്താ പറയാ, ഒരു കോച്ചിങ് അല്ലെ, ഒരു പരിശീലനത്തിന്റെ ഈ ഒരു മാസം നമ്മളുടെ പരിശീലനം എത്രത്തോളം നന്നാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും നല്ല രീതിയിൽ പരിശോധിക്കുന്നത് ഒന്നുകൂടി നമ്മളെ കർമ്മങ്ങളെ മെച്ചപ്പെടുത്താൻ തീർച്ചയായും അള്ളാഹു തആല സഹായിക്കും. ഞാന് നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്ത് എല്ലാവർക്കും അറിയായിരിക്കും. സൂറത്തുൽ അൻഫാലിലെ 9-10 ആയത്തുകളാണ്. ആ ആയത്ത് ഇന്ന് ഊതി പിന്നെ ക്ലാസ് എടുക്കാന്ന് വിചാരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇന്ന് റമളാൻ 17 ചരിത്രപ്രധാനമായ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം നടന്ന ഒരു ദിവസം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവർക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിച്ച ആ ഒരു സത്യാസത്യ വിവേചനത്തിന്റെ ആ ഒരു ദിവസം അല്ലെ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആ വചനങ്ങളില് 2 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 വചനങ്ങളിലൂടെ നമുക്ക് ഉണർത്തി തരുന്ന ഒരു കാര്യം. അതായത് ആ ഒരു യുദ്ധത്തിന്റെ കൊണ്ടുന്ന ആ ഒരു സമയത്ത് 2 പ്രാർത്ഥനകളാണ് അവിടെ നടക്കുന്നത് അല്ലെ. 2 പ്രാർത്ഥനകളാണ് നടക്കുന്നത്. ഒന്ന്, ശത്രുപക്ഷത്ത് നിന്ന് അബൂജഹൽ പ്രാർത്ഥിക്കാൻ. എന്താ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവെ, മുഹമ്മദ് ഞങ്ങളിൽ കുടുംബബന്ധം മുറിച്ചവനാണ്, ഞങ്ങൾക്കറിയാത്ത മതവുമായി വന്നവനാണ്, അവനെ നശിപ്പിക്കണമേ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇപ്പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നല്ലേ. എന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾക്ക് ഈ സത്യത്തിന്റെ മാർഗത്തിന് നീ വിജയം നൽകണേ റഹ്മാനെ.
റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ ദുആയെക്കുറിച്ച്, ആ ബദർ യുദ്ധത്തിന്റെ സമയത്തുള്ള ദുആയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, റസൂലുള്ള കൈകൾ ഉയർത്തി എത്ര നേരം, എത്രത്തോളം കൈകൾ ഉയർത്താൻ സാധിക്കും അത്രത്തോളം ഉയർത്തി അങ്ങേയറ്റം റഹ്മാനായ റബ്ബിലേക്ക് ദുആ ചെയ്തുകൊണ്ടേയിരുന്നില്ലേ സഹാബാക്കള്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണല്ലേ, മദീ നബിയെ, അത്രയും റസൂലുള്ള റബ്ബിന്റെ അടുത്തേക്ക് സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ സഹായ തേട്ടം എന്നുള്ളതിന് ഇസ്തിഗാസ അല്ലെ, ഇസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട്, രക്ഷിതാവിനോട് ഇസ്തിഗാസ ചെയ്ത ആ സന്ദർഭം, സഹായം അല്ലെ. നമുക്ക് നമ്മുടെ മുമ്പിൽ വേറൊരു വഴിയും ഇല്ല എന്ന്, ഒരു വഴിയും ഇല്ല എന്ന്, അതായത് ഒരു വഴിയും കാണാതിരിക്കുന്ന സമയത്ത്, നമുക്ക് വേറൊരു വഴിയും ഇല്ലാത്ത സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അല്ലെ, അത് നമ്മളെ റബ്ബിനോട് ചോദിക്കുക, റബ്ബിനോട് തേടുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതാണ് നമ്മളെ ബദർ പഠിപ്പിക്കുന്നത്. ബദറിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ വിശ്വാസം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വിശ്വാസത്തിൽ ദൗർബല്യം വരികയോ അല്ല അള്ളാഹു ഇല്ലാത്തവരിലേക്ക് നമ്മൾ തിരിയാനോ പാടില്ല. നമ്മൾ റമളാൻ തുടങ്ങിയത് മുതൽ ഒരായത്ത് നമ്മൾ നിരന്തരം നമ്മൾ ഓതി കേൾക്കുന്നുണ്ട് അല്ലെ. സൂറത്തുൽ ബഖറയില് പരിശുദ്ധ റമളാനിന്റെ ആയത്തുകൾക്കിടയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഏറ്റവും സമീപസ്ഥനായ ആ റബ്ബിനോട് നമ്മൾ ചോദിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അള്ളാഹു അത്രയും നമ്മളോട് അടുത്തിരിക്കുന്നവനാണ്. അള്ളാഹു അല്ലെ, ആ ഒരു സഹായം അവർ തേടിയ സമയത്ത് അള്ളാഹു അവർക്ക് ഉത്തരം നൽകി. ഫസ്തജാബ ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് അള്ളാഹു തആല പറയാം. അവിടെ അള്ളാഹു ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ അല്ലെ, വെറും 300-ൽ പരം ആളുകൾ, എതിർപക്ഷത്തോ 1000-ഓളം, 3 ഇരട്ടി ആളുകൾ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവിടെ റബ്ബിന്റെ സഹായം വരുന്നത് എങ്ങനെയാന്ന്? അൽഫൻ മിനൽ മലായിക്കത്തി അല്ലെ, 1000-ഓളം വരുന്ന, നമ്മൾ സൂറത്തു ആല ഇമ്രാനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 3000-ഓളം വരുന്ന മലക്കുകൾ എന്ന്. സുബ്ഹാനല്ലാഹ്, ഇരട്ടീന്റെ ഇരട്ടി അള്ളാഹു തആല മലക്കുകളെ അയച്ച് സഹായിക്കുകയാണ് റഹ്മാനായ റബ്ബ്. ആ റബ്ബിന്റെ സഹായം അവിടെ എത്തുന്നത് എന്ത് കാരണത്താലാണ്? അവരുടെ വിശ്വാസത്തിന്റെ ദൃഢത അല്ലെ, അവരുടെ ഈമാനിന്റെ കരുത്ത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അവിടെ സഹായിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ആ സഹായം അള്ളാഹു തആല അവർക്ക് ഇറക്കി കൊടുക്കുന്നത് ഏത് രൂപത്തിലായാലും അല്ലെ, റബ്ബിന്റെ സഹായം നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അതാണ് നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത്, എപ്പോഴും നമ്മളെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത്. അള്ളാന്റെ അടുത്ത് നിന്നല്ലാതെ വേറൊരാളടുത്ത് നിന്ന് നമുക്ക് സഹായം കിട്ടാനില്ല. അള്ളാഹു തആല സഹായിക്കുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് പ്രയാസഘട്ടത്തിലും, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ റബ്ബിനോട് ചോദിക്കാല്ലേ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ഞാൻ ഉത്തരം നൽകും എന്നോട് ദാഇ അല്ലെ ദുആ ചെയ്താല്. ആ ദാഇകളാകാൻ അല്ലെ, ഇബാദുകളാകാൻ, അതിനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഈ പരിശുദ്ധ റമളാൻ നമുക്ക് തന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണെങ്കിൽ, നമ്മൾ തഖ്വയുള്ളവരാകാൻ, നമ്മൾ തഖ്വയുള്ളവരായോ? നമ്മൾക്ക് എത്രത്തോളം റഹ്മാനായ റബ്ബില് ആ ഒരു തഖ്വ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായോ? അല്ലെ, ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അവൻ ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്താണ്? അനുസരണം എന്നുള്ളതാണ് അല്ലെ. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അവൻ അള്ളാഹുവിന് അനുസരിച്ച് വഴിപ്പെട്ട് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവനാകണം എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു, നമ്മളെ പരിശീലിപ്പിക്കുകയാണല്ലേ. നമുക്ക് ഹലാലായ കാര്യങ്ങളെ അള്ളാഹു തആല വിലക്കിക്കൊണ്ട് റമളാനിന്റെ പകലുകൾ നമ്മൾ അനുസരണയുള്ള നല്ല വിനീതരായ അടിമയാകുന്നുണ്ടോ എന്ന് അള്ളാഹു തആല പരീക്ഷിക്കാന്നല്ലേ. നമ്മൾ പകൽ അത്താഴം കഴിഞ്ഞ് പിന്നെ മഗ്‌രിബോട് അടുക്കുന്ന സമയം വരെ നമ്മൾ ഭക്ഷണങ്ങൾ, വെള്ളം ഒക്കെ ഉപേക്ഷിച്ച്, പാടില്ല എന്ന് പറഞ്ഞ എന്നാൽ നമുക്ക് നോമ്പല്ലാത്ത സമയങ്ങളിൽ അനുവദനീയമായ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഈ പകലുകളിൽ വിട്ടു നിൽക്കുകയാണ് അല്ലെ.
നമ്മളെ ഒരു അനുസരണയുള്ള നല്ലൊരു അടിമയാക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അനുവദിച്ച കാര്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുനിന്നുകൂടാ? നല്ലൊരു പരിശീലനല്ലേ റബ്ബ് തരുന്നത് അല്ലെ? ഈ പകലുകളിൽ നീ ഭക്ഷണം ഉപേക്ഷിക്കുമ്പോ നിനക്ക് ആ വൈകുന്നേരമാകുമ്പോ ആ മഗ്‌രിബോടടുത്ത മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോ നിനക്ക് എന്താക്കാം? സന്തോഷിക്കാം അല്ലെ? ആ വിശപ്പിനും ദാഹത്തിനും ഒരു അറുതിയായിക്കൊണ്ട് നിനക്ക് ആ ഭക്ഷണ പാനീയങ്ങൾ നിനക്ക് അനുവദനീയമാക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ഒരുപാട് വിലക്കുകളുണ്ട്. പാടില്ലെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഒരുപാട് കൽപ്പനകളുണ്ട്. ചെയ്യണമെന്ന് പറഞ്ഞതും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതും അതെത്രത്തോളം നമ്മൾ അനുസരണയുള്ളവരായിക്കൊണ്ട് ആ ഒരു കാര്യത്തില് സൂക്ഷ്മത പുലർത്തുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. അങ്ങനെ നമ്മൾ അനുസരണയുള്ള നല്ല അടിമകളാകുമ്പോ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലെ നോമ്പുകാരനുള്ള ആ രണ്ട് സന്തോഷം, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, മറ്റൊന്ന് റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമ്മൾ എത്രത്തോളം അല്ലെ ഈ പകലുകൾ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുവോ അതിന്റെ സന്തോഷം നമുക്ക് ആ മഗ്‌രിബിന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇതുപോലെ നമ്മുടെ ഈ ജീവിതയാത്രയിലെ പകലുകൾ അവസാനിക്കുന്നത് നമ്മുടെ മരണത്തോടെയാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. ആ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാൻ, നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയൂല അല്ലെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അതാണല്ലേ? നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന ഈ ലോകത്തിന്റെ നിയന്താവായ നമ്മുടെ റബ്ബിനെ കാണണം. അള്ളാഹു അതിലേക്ക് നമ്മളെല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഈ ദുനിയാവില് എന്തൊരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിലും അല്ലെ, നമ്മുടെ ഓരോ 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 കാര്യങ്ങളും നമുക്ക് ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും നമുക്ക് വേണം. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? സൂറത്തു നൂർ നിങ്ങളെല്ലാരും പരിശുദ്ധ റമദാൻ ആയതുകൊണ്ട് തന്നെ ഖുർആനിനെ ഇങ്ങനെ പാരായണം ചെയ്തു പോയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഖത്തമ് 1 കഴിഞ്ഞവരുണ്ടാകും, 2 കഴിഞ്ഞവരുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആനിന്റെ വരികളിലൂടെ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ, സൂറത്തു നൂറിലൂടെ നിങ്ങൾക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വഅഖീമുസ് സ്വലാത വആതുസ് സകാത വഅതിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. അതുപോലെ മറ്റൊരു സ്ഥലത്ത് വാത്തിയുള്ളാഹ വാത്തിയുർ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നത് അള്ളാഹിനുള്ള അനുസരണം തന്നെയാണല്ലേ? അതിലൂടെ നമ്മളോട് പറയുന്നത് എന്താ? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. ഒരു മിനിറ്റ്. അപ്പൊ അള്ളാഹുവിന്റെ അത് ഞാനൊരു മിനിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആലന്റെ കാരുണ്യം അത് നമുക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്കത് അത്യാവശ്യം എന്ന് വെച്ചാല് അങ്ങേറ്റം നമ്മൾ എന്തൊരു കാര്യം അല്ലെ, ഈ സൂറത്തു നൂറില് നിങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ചു വരുന്ന ഒരു വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു എന്നുള്ള വചനം. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ഒരു 3-4 പ്രാവശ്യം ആ ഒരു വചനം ആവർത്തിച്ചു വരുന്നുണ്ട്. എന്താ അവിടെ അല്ലാഹു തആല പറയുന്നറിയോ? അള്ളാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ
ഉം അപ്പം അവിടെ നമുക്ക് നമ്മുടെ മുമ്പില് റബ്ബിന്റെ കാരുണ്യം, നമ്മുടെ റബ്ബിന്റെ ഫضല് അത് നമുക്ക് അത്യാവശ്യമാണ്. ആ ഫضല് കൊണ്ടാണ് അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നതും ഈ ക്ലാസ് ഞാൻ പറയുന്നതും നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നതും. അൽഹംദുലില്ലാ റബ്ബ് നമ്മളെ സെലക്ട് ചെയ്തുകൊണ്ടാണ് അല്ലെ. നമ്മളെ അള്ളാഹു തആല കോടാനുകോടി മനുഷ്യരിൽ അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം നൽകി, സന്മാർഗത്തിന്റെ മാർഗം നമ്മളെ മുമ്പിൽ തുറന്നു തന്നു. ഖുർആൻ പഠിക്കാൻ നമുക്ക് അവസരം നൽകിയില്ലേ, മുസ്ലിമായി ജനിപ്പിച്ചു, മുസ്ലിമായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളെ ഈമാനിന്റെ വഴിയിലേക്ക്, ഹിദായത്തിന്റെ വഴിയിലേക്ക് അള്ളാഹു തആല സെലക്ട് ചെയ്ത് അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും നമുക്ക് നൽകിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു നമ്മൾ സെലക്ഷൻ റൗണ്ടിൽ നമ്മൾ എത്തിയത്. അൽഹംദുലില്ലാ ഇതിൽ ഇനി നമുക്ക് എന്ത് വേണം? റിസൾട്ട്, വിജയം എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തണം, ആ ഫൗസിലേക്ക്, ഫലാഹിലേക്ക് നമ്മൾ എത്തണം. ഇന്നലിൽ മുത്തഖീന മഫാസ അല്ലെ, മുത്തഖീങ്ങൾക്കാണ് എന്തുള്ളത്? ഫൗസ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു തീർച്ചയായും. സുബ്ഹാനല്ലാഹ്. അപ്പം മുഅ്മിനീങ്ങളാകണം, മുത്തഖീങ്ങളാകണം, മുഹ്സിനീങ്ങളാകണം. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ റമളാൻ എന്ന ഈ ഒരു പരിശീലനത്തിന്റെ ഒരു മാസത്തെ കോഴ്സ് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു തആല തന്നത്. അൽഹംദുലില്ലാ. അപ്പം നമ്മൾ ഈ പരിശീലനം നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ വളരെ 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 ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണ്. ഓരോ സെക്കൻഡുകളും നമ്മൾ പാഴാക്കാതെ അള്ളാഹിന് വഴിപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹിന് അനുസരണയുള്ള നല്ലൊരു ദാസിയായി, നല്ലൊരു ദാസന്മാരിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും കഠിന പരിശ്രമം നടത്തേണ്ട ദിവസങ്ങളാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ബദറില് വിശ്വാസികൾക്കുണ്ടായ അള്ളാഹിന്റെ സഹായം. സുബ്ഹാനല്ലാഹ്. അവിടെ അള്ളാഹുവിന് അവര് പൂർണ്ണമായും അനുസരണപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിച്ചവരാണ് അള്ളാഹ്. അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബാക്കൾക്കുമാണ് അള്ളാഹു തആല എന്താ നൽകിയത്? വിജയം നൽകിയത് അല്ലെ. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ലഹ് ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ ദുർബലരായിരിക്കുക എന്ന് പറഞ്ഞ അള്ളാഹു തആല. നിങ്ങൾ ദുർബലരായിരിക്കെ ബദറിൽ നിങ്ങൾ അള്ളാഹു തആല സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കണം? ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക. തഖ്വയാണ് നമ്മളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തഖ്വയാണല്ലേ. എന്താണ് തഖ്വ? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാന്നുള്ളതാണോ? നമ്മൾ എല്ലാ മേഖലയിലും കാണിക്കണം സൂക്ഷ്മത. എവിടെയെല്ലാം കാണിക്കാൻ പറ്റുമോ അവിടെയൊക്കെ അല്ലെ. നമ്മളെ കണ്ണുകൾ, കാതുകൾ, നാവുകൾ, കൈകാലുകൾ, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, വസ്ത്രം, പണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് സൂക്ഷ്മത പുലർത്താൻ കഴിയും അവിടെയെല്ലാം അല്ലെ. നമ്മള് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം, ഒരു വെള്ളത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ തഖ്വ പാലിക്കുന്നുണ്ടോ? നമ്മൾ വുളു ചെയ്യുമ്പോ, നമ്മൾ കുളിക്കുമ്പോ, നമ്മൾ വസ്ത്രം അലക്കുമ്പോ, നമ്മൾ പാത്രം കഴുകുമ്പോ അവിടെ നമ്മളെ തഖ്വ വരാറുണ്ടാ? നമ്മൾ നിസ്കരിക്കുമ്പോ നല്ല ഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ. എന്നാൽ ആ നിസ്കാരത്തിന് തൊട്ടു മുമ്പ് നമ്മൾ ചെയ്യുന്ന വുളുഇല് നമ്മൾ തഖ്വ കാണിക്കുന്നുണ്ടാവോ? ശ്രദ്ധിക്കാറുണ്ടോ ഈ വിഷയത്തില്? നമ്മൾ അമിതമായി വെള്ളം ഉപയോഗിക്കുന്നവരാണോ? ഒഴുകുന്ന നദിയിൽ നിന്നാണ് വുളു ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ പോലും സൂക്ഷ്മത പാലിക്കണം എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മളല്ലേ. എന്നിട്ടോ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഈ പരിശുദ്ധ റമളാനില് ഭക്ഷണം കൊണ്ട് നമ്മള് ഇസ്രാഫ് കാണിക്കുന്നവരാണോ? അവിടെ നമ്മൾ സൂക്ഷ്മതയില്ല, പോയില്ലേ, അവിടെ മാർക്ക് കുറഞ്ഞില്ലേ? നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും ദാനധർമ്മം ചെയ്യുന്നതിലും സകാത്ത് കൊടുക്കുന്നതിലും മാത്രം മതിയോ തഖ്വ? പോരാ. നമ്മളെ സംസാരത്തിൽ വരണം സൂക്ഷ്മത, സ്വഭാവത്തിൽ വരണം സൂക്ഷ്മത, പെരുമാറ്റത്തിൽ ഉണ്ടാവണം.
മറ്റുള്ളവരോടും സ്വന്തത്തോടും എല്ലാം. അതേപോലെ ഈ ഈ പിന്നെ തഖ്വ പോലെ നമ്മളെ കൂടെ നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് സ്വബർ. അതും പഠിപ്പിക്കുന്ന ഒരു മാസമാണ് എന്ത്, ഈ റമദാൻ. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പ്രാക്ടീസ് തരുന്നതെന്നറിയോ? നിനക്കിത് കഴിയും എന്ന് നമുക്ക് റബ്ബ് ബോധ്യപ്പെടുത്തി തരികയാണ്. ബോധ്യപ്പെടുത്തി തരികയാണ് ഓരോ 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 സെക്കൻഡുകളും. രാത്രിയിലായാലും പകലിലായാലും നിനക്ക് ഇത്രത്തോളം ഖുർആനിനെ പാരായണം ചെയ്യാൻ കഴിയും, നിനക്ക് ഇത്രത്തോളം നിസ്കരിക്കാൻ നിനക്ക് കഴിയും, നിനക്ക് ഇത്ര ഉദാരമായി ദാനം ചെയ്യാൻ കഴിയും. ഈ റമദാനിൽ നിനക്ക് ഇത് കഴിയെങ്കിൽ ഇതല്ലാത്ത മാസങ്ങളിൽ നിനക്ക് കഴിയും എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാഠം നമ്മള് ഈ ഒരു റമദാനില് നമ്മൾ നേടിയെടുക്കുന്ന തഖ്വ, ഈമാൻ, ഇഹ്സാൻ, ഇത് നമ്മൾ മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. നല്ല പരിശ്രമം ഉണ്ടാവണം, നല്ല പ്രാർത്ഥന. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് അല്ലെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകിയത്? വിജയം നൽകിയത് അല്ലെ. ഏതൊരവസ്ഥയിലും ഏതൊരവസ്ഥയിലും ഒരു വിശ്വാസി അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അല്ലെ. അതിനും കൂടിയുള്ള വലിയൊരു തെളിവാണെന്ത്? ബദർ. സുബ്ഹാനല്ലാഹ്, സത്യത്തിന്റെ ആളുകൾക്ക് അള്ളാഹു തആല എന്ത് നൽകി? വിജയം നൽകി. പക്ഷേ ഈ ഒരു മാതൃക പിൻപറ്റേണ്ടതിന് പകരം നമ്മുടെ നാടുകളിൽ മുസ്ലിം എന്ന പേരുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, തികച്ചും ഇതിന് വ്യത്യസ്തമായ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് തേടേണ്ടതിന് പകരം ബദരീങ്ങളോട് ദുആ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവർ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയായിരുന്നു ഇത് യുദ്ധം ചെയ്തത് അല്ലേ. സുബ്ഹാനല്ലാഹ്, അന്ന് യുദ്ധം ഉണ്ടായത് ആരായിട്ടാണ്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളും. എതിർപക്ഷത്ത് ശക്തരായ അല്ലെ എല്ലാവിധ ആയുധങ്ങളും ഏന്തിയ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ആ ഒരു ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും മുശ്രിക്കീങ്ങളായിരുന്നു അല്ലെ. എന്നാൽ ഇപ്പുറത്തോ വളരെ ദുർബലരായ കുറഞ്ഞ ആയുധങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ഒരു അല്ലെ ന്യൂനാൽന്യൂനപക്ഷമായ ആ മുസ്ലിമീങ്ങൾ. പക്ഷെ വിജയം ആർക്കാ ഉണ്ടായത്? സുബ്ഹാനല്ലാഹ്, നമ്മളിത് മനസ്സിലാക്കണം അല്ലെ. അള്ളാ ഉണ്ട് നമുക്ക്, പിന്നെന്തിനാ അള്ളാ നമ്മളോട് പറഞ്ഞെന്താ? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തന്നെ ഉണ്ട് എന്ന് അള്ളാ നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് പറയുന്നല്ലേ. എന്നിട്ടോ നമ്മള് എന്നിട്ടും ആരോടൊക്കെയോ അല്ലെ നമ്മൾ അള്ളാഹു പറയാത്ത പല കാര്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ദയനീയമായ അവസ്ഥ. അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്ത് നൂറിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു വരാം. സൂറത്ത് നൂറില് ഈ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ കാരുണ്യം അതാറില്ലെങ്കിൽ അള്ളാഹു തൗവാബ് റഹീമാണ്, റഊഫ് റഹീമാണ്, അങ്ങനെ തൗവാബുൻ ഹക്കീമാണ്. അതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അള്ളാഹു തആല ഒരു ആയത്ത് 21-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ. നമ്മള് ഞാൻ റമളാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഖുർആൻ ഓതുമ്പോ ഈ യാ അയ്യുഹല്ലദീന ആമനു കാണുമ്പോ ഒന്നൊന്ന് നിർത്തിയിട്ട് എന്താണ് എന്റെ റബ്ബ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് എന്നൊന്ന് നോക്കണം അല്ലെ. എത്ര എത്ര സ്ഥലങ്ങളിൽ സുബ്ഹാനല്ലാഹ് എല്ലാരും എല്ലാരും കുറച്ചു പേരെങ്കിലും ഈ ഒരു വിഷയത്തില് ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു അപ്പൊ നമ്മള് ഖത്തമോദില് അവിടെ കുറച്ച് എന്താണ് സ്റ്റോപ്പായി പോകൂലേ എന്നൊന്നും വിചാരിക്കണ്ട.
ഒന്നൊന്ന് നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു ഏകദേശം 89 സ്ഥലങ്ങളിലെങ്ങാനും അള്ളാഹു തആല പ്രത്യേകമായിട്ട് വിശ്വാസികളെ വിളിക്കുന്നുണ്ട്. ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ഇവിടെ അള്ളാഹു തആല എന്താ പറയുന്നത് അറിയോ? നിങ്ങൾ പിശാചിന്റെ കാലടികളെ പിന്തുടരരുത്. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. ആര് പിശാചിന്റെ കാലടികളെ പിന്തുടരുന്നുവോ അവൻ നിങ്ങളോട് നീചവൃത്തി, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ അതിനാണ് അവൻ കൽപ്പിക്കുക. അപ്പൊ ഇന്ന് റമദാനില് നമ്മള് ഈ ഒരു വചനം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ റമദാൻ കഴിയുമ്പോഴാണ് ഈ വചനത്തിന്റെ ആവശ്യകത നമുക്ക് വരുന്നത്. പിശാചുക്കളെ അള്ളാഹു തആല ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട മാസമാണ് ഈ റമദാൻ. അതുകൊണ്ട് തന്നെ അവരുടെ ശല്യം വല്ലാതെ ഉണ്ടാകൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ റമദാൻ കഴിഞ്ഞാലും റബ്ബിനോട് നമ്മൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കണം. റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. എപ്പോഴും ഞാൻ പറയാം, എല്ലാ ദിവസവും നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ. എല്ലാ ദിവസവും ഞാൻ എപ്പോഴും ഓർമ്മ വരുമ്പോഴൊക്കെ ഇത് വായിച്ചെല്ലാറുണ്ട്. അൽഹംദുലില്ലാ. കാരണം നമുക്ക് അത്രയും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, അവൻ നമ്മളടുത്ത് വരുന്നതിൽ നിന്ന് റബ്ബിനോടല്ലാതെ നമ്മൾ ആരോടാ സഹായം തേടേണ്ടത് അല്ലേ? ആ ആയത്തിന്റെ തുടർച്ചയായിട്ട് അല്ലാഹു തആല ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. അള്ളാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും ഇല്ലായിരുന്നെങ്കിൽ ഒരാൾക്കും ഒരാളും സംസ്കരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും മാ സകാ മിൻകും മിൻ അഹദിൻ അബദ. എന്നാൽ വലാകിന്ന അല്ലാഹു യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. ആ ദുആ ഉണ്ടല്ലോ, ഖുർആനിലെ ഒരു ആയത്താണ്, സൂറത്തുൽ മുഅ്മിനൂനാന്ന് തോന്നുന്നുണ്ട്. റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം ഇൻഷാ അല്ലാഹ്. അതൊന്നും ഇല്ലെങ്കിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മതി. അത് തന്നെ മതി ധാരാളം. നമ്മളെ മനസ്സറിഞ്ഞ് റബ്ബിനോട് ശരണം തേടുക അശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. അപ്പൊ ഇവിടെ അല്ലാഹു തആല എന്താ പറയുന്നത്? മാ സകാ മിൻകും മിൻ അഹദിൻ അബദാൻ. അള്ളാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും ഇല്ലായിരുന്നെങ്കിൽ. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും ഉണ്ടെങ്കിലേ എന്ത് നമുക്ക് ലഭിക്കൂ? അള്ളാഹുവിന്റെ തസ്കിയത്ത് അല്ലെ, ആ ശുദ്ധീകരണം. നമ്മളതിനു വേണ്ടിയാണല്ലോ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അല്ലേ? കൽബുൻ സലീമാകണം. അതല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, പ്രാർത്ഥിച്ചത്. ആ കൽബുൻ സലീമാകാൻ അല്ലാഹു തആല നമുക്കൊക്കെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ ഒരു ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളായി തീരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു തആല എന്താക്കുന്നു പറഞ്ഞേ? യുസക്കി, അവൻ സംസ്കരിക്കും. അള്ളാഹു തആല അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ. അപ്പൊ ഈ സൂറത്തിൽ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള കാര്യം പറയുന്നുണ്ട് അള്ളാഹു തആല. അതാ ഞാൻ ആദ്യം ഓതിയത്. എന്താണ്? വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വഅതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. സുബ്ഹാനല്ലാഹ്. കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ നിസ്കാരം നിലനിർത്തുക, സകാത്ത് നൽകുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹുവിന് അനുസരണയുള്ള, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളാകുക. ബദർ നമുക്ക് വിജയത്തിന്റെ പാഠം നൽകുന്നുണ്ടെങ്കിൽ ഉഹദിൽ ചെറിയൊരു പരാജയത്തിന്റെ പാഠം കൂടി നൽകുന്നുണ്ട് അല്ലെ? അവിടെ എന്താ സംഭവിച്ചത്? ബദറിൽ അള്ളാഹു തആല അല്ലെ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് വിജയം നൽകിയപ്പോ ഉഹദില് ചെറിയൊരു അനുസരണക്കേട് അവിടെ വന്നു അല്ലെ? ചെറിയൊരു അനുസരണക്കേട്. അപ്പോഴേക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം വന്നു അല്ലെ? സുബ്ഹാനല്ലാഹ്. നമുക്ക് വലിയ പാഠം തന്നെയാണ്. നമ്മുടെ ജീവിതത്തില്
നമ്മൾ റബ്ബിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ കൊണ്ടുവരണം, കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഈ സൂറത്തു നൂറിന്റെ തന്നെ ഞാനിപ്പോ ഓതിയ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് എന്താ അറിയോ? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. വഅദല്ലാഹു, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. വാഗ്ദാനം നൽകിയിരിക്കുന്നു. ആർക്ക്? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക്. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. ഈമാനും അമലുസ് സ്വാലിഹാത്തും. അങ്ങനെയുള്ളവർക്ക് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹുവിന്റെ വാഗ്ദാനം അതെന്താണ്? അത് സത്യാണല്ലേ? അത് പുലർന്നിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമീങ്ങൾ വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലെ. അന്ന് സ്വന്തം നാട്, ജനിച്ചു വളർന്ന നാടും വീടും സമ്പാദ്യവും ഒക്കെ ഉപേക്ഷിച്ച് അവർക്ക് ഹിജറ പോകേണ്ടി വന്നു. അന്നവര് അള്ളാഹുവിന്റെ മാർഗത്തില് എല്ലാം ത്യജിക്കാൻ തയ്യാറായി നാടും വീടും വിട്ടുപോയി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വാഗ്ദാനം അവർക്ക് സത്യമാക്കി കൊടുത്തില്ലേ? അല്ലെ? അള്ളാഹു എന്താ പറഞ്ഞത്? നിങ്ങളിൽ വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവർക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും, അധികാരം നൽകും. സുബ്ഹാനല്ലാഹ്. മുൻപുള്ളവർക്ക് നൽകിയതുപോലെ അത് യാഥാർത്ഥ്യമായില്ലേ അവർക്ക്? സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ കീഴിൽ റോമാ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, അല്ലെ? സുബ്ഹാനല്ലാഹ്. നാടും വീടും വിട്ട് പിന്നെ ശത്രുക്കളെ ഭയന്ന് ഒളിഞ്ഞും പാത്തും പിന്നെ പോകേണ്ടി വന്ന ആളുകൾക്ക് അല്ലാഹു തആല വിജയം നൽകിയില്ലേ? മക്ക ഇസ്ലാമിന്റെ കീഴിലേക്ക് അല്ലാഹു തആല നൽകിയില്ലേ? സുബ്ഹാനല്ലാഹ്. അവരുടെ വിശ്വാസത്തിന്റെ ദൃഢത. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എടുക്കുന്ന എന്തോ ഒരു ചെറിയൊരു ഇത് വന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പോ നമ്മളിപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഈമാൻ, അല്ലെ, അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ട്? നമ്മുടെ വിശ്വാസം അള്ളാഹുവിൽ പൂർണ്ണമായ തവക്കുൽ നമുക്ക് വന്നിട്ടുണ്ടോ? അവിടെ നമുക്ക് അള്ളാഹു തആല വിജയം നൽകും, ഉറപ്പായിട്ടും. അതിൽ നമുക്കൊരു സംശയം ഉണ്ടാവാനേ പാടില്ല. കാരണം അള്ളാഹു പറഞ്ഞതാണത്. അള്ളാഹു നൽകും പറഞ്ഞത് നൽകുക തന്നെ ചെയ്യും. പക്ഷെ എന്താ പറയാ, വളരെ അല്ലെ സങ്കടകരമായ ഒരവസ്ഥ എന്ന് പറഞ്ഞാല് മുസ്ലിം എന്ന പേരിൽ ജീവിക്കുന്ന പലരും യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുന്നില്ല. ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാതെ ദുർബലമായ വിശ്വാസം കൊണ്ട് നടക്കുകയാണല്ലേ? തെറ്റായ നിലക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് സഹായം തേടിക്കൊണ്ട്, അള്ളാഹു അല്ലാത്തവരിലേക്ക് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, നേർച്ച വഴിപാടുകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് നൽകിക്കൊണ്ട്, പൂർണ്ണമായ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതെ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു വല്ലാത്ത ദയനീയമായ ഒരവസ്ഥ. അത് തന്നെയാണ് ഇസ്ലാമിന്റെ പതനത്തിനും ഇസ്ലാമിന്റെ അധപതനത്തിനും ഒക്കെ കാരണം. നമ്മളെ വിശ്വാസം എന്താകുന്നില്ല. പലപ്പോഴും ആ ശക്തമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഉണ്ടായ ആ ശക്തമായ ഈമാൻ അതിലേക്ക് എത്തുന്നില്ല പലപ്പോഴും. അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവർക്കൊക്കെ നൽകിയതുപോലെയുള്ള ആ ശക്തമായ ഈമാൻ അള്ളാഹു ഈമാനിന്റെ ആ കരുത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധ റമളാനിന്റെ
ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ നമ്മളിൽ നിന്നും ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് 17 ദിവസങ്ങൾ കഴിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ അല്ലെ. അയ്യാമം മഅദൂദാത്ത് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ. ഇനി വരാനിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ഒരുങ്ങുക, വളരെ നല്ല രീതിയിൽ ഒരുങ്ങുക, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയിലെ ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഒരാളായിട്ട് നമുക്ക് അള്ളാഹു തആല അവസരം തന്നിട്ടാണുള്ളത് ഇപ്പോ അല്ലെ. നോമ്പുകാരന്റെ പ്രാർത്ഥന, ഈ പകലുകൾ, രാത്രികൾ എല്ലാം നമ്മൾ എന്താക്കുക, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ഓരോ സ്റ്റെപ്പ്, ഓരോ ചുവടുകളും അള്ളാഹുവിന്റെ തൃപ്തിയിൽ തന്നെ. ഒരു എന്താ പറയാ, 1% പോലും ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അതൊരു വിജയം തന്നെയായിരിക്കും. അങ്ങനെ ആകുമ്പോ നമുക്ക് അള്ളാഹുവിന്റെ നൂറ് നമ്മളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ കഴിയും അല്ലെ. അള്ളാഹു നൂറുസ്സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ الزجاجة كأنها كوكب ضدي يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء سبحان الله ويضرب الله الأمثال للناس والله بكل شيء عليم അള്ളാഹു നൂറുസ്സമാവാതി വൽ അർദ് അല്ലേ. ആകാശഭൂമികളിലെ പ്രകാശമാണ് അള്ളാഹു. ആ നൂർ, അള്ളാഹു സുബ്ഹാനഹു തആലന്റെ ആ ഒരു നൂർ നമ്മളിലേക്ക് എത്തണം. അള്ളാഹിന്റെ ആ നൂറ് കൊണ്ട് നടക്കുന്ന ആ വാഹകരാകണം നമ്മൾ അല്ലെ. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. ഏതൊരുവന്റെ ഹൃദയം ഇസ്ലാമിലേക്ക് വിശാലമാക്കിയോ അല്ലെ, ഹൃദയവിശാലത പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നതിലൂടെ, പരിശുദ്ധ ഇസ്ലാം അതായത് അള്ളാഹുവിന് വഴിപ്പെട്ട് അനുസരണയുള്ള നല്ല മുത്തഖീങ്ങളായി നമ്മൾ മാറുമ്പോൾ തീർച്ചയായും അള്ളാഹിന്റെ നൂറ് ആ ഹൃദയത്തിലേക്ക് വരും. ആ നൂറ് വന്നു കഴിഞ്ഞാല് ആ നൂറ് സത്യത്തിൽ അൽഹംദുലില്ലാ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ആ നൂറിനെ നമ്മൾ എന്താക്കണം, കെടാതെ അല്ലെ, കെടാതെ കൊണ്ട് നടക്കണം. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. കെട്ടുപോകരുത്. അത് അണഞ്ഞു പോകുന്ന, അതിന്റെ വെളിച്ചം കുറക്കുന്ന, അതിനെ മങ്ങലേൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനെ കൂടുതൽ പ്രകാശിപ്പിക്കുന്ന രീതിയിൽ അതിലേക്ക് എന്താക്കണം, അതിലേക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മളെ ഹൃദയത്തിന് വേണ്ട ആ ഒരു ആ വെളിച്ചം, ആ വിളക്ക് ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കാൻ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിനുള്ള എനർജി, അതിനുള്ള എണ്ണ അല്ലെങ്കിൽ ചാർജ് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. ചാർജ് തീർന്നു പോകാൻ പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളെ മൊബൈൽ ഫോൺ അല്ലെ, നമ്മളെ വണ്ടി, ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നില്ലേ. മൊബൈൽ ചാർജ് തീരാനാകുമ്പോഴേക്കും നമ്മൾ വേഗം പിന്നെയും കുത്തിവെക്കും അല്ലെ. നമ്മളെ ഈമാനും എന്താണ്, അതിങ്ങനെ കൂടിയും കുറഞ്ഞു ഇരിക്കും, കുറഞ്ഞു പോകും. അത് കൂടാനുള്ള മാർഗമാണ്, ഏറ്റവും നല്ല മാർഗമാണ് പരിശുദ്ധ ഖുർആനുമായുള്ള നല്ലൊരു ബന്ധം. ഈ പരിശുദ്ധ റമളാനില് നമ്മൾ ഓരോരുത്തരും, ഈ കേൾക്കുന്ന ഓരോരുത്തരും എനിക്കറിയാം വളരെ നല്ല രൂപത്തില് ഖുർആനിന്റെ വാഹകരാണ്, ഖുർആനിന്റെ ആൾക്കാരാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ഖുർആൻ പഠിതാക്കളാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അള്ളാഹു നിലനിർത്തി തരട്ടെ. റമളാനിൽ നമ്മൾ എത്രത്തോളം കൂടുതലായിട്ട് ചെയ്യുന്നുവോ അത് നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരിശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പ്രാർത്ഥിക്കണം, പ്രതിജ്ഞ എടുക്കണം. അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരു വെളിച്ചം അല്ലെ, മിസ്ബാഹ്, മിഷ്കാത്ത്, സുബ്ഹാനല്ലാഹ്, വിളക്കുമാടം പോലെ മറ്റുള്ളവരിലേക്കും ആ നൂറ് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം.
അള്ളാഹു താല നമുക്ക് ആ ഒരു സഹായം അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആനിനെ പാരായണം ചെയ്യുന്നതോടൊപ്പം ഖുർആൻ മനസ്സിലാക്കാനും തദബ്ബുർ ചെയ്യാനും തീരുമാനം എടുക്കുക. ഈ പരിശുദ്ധ റമളാനില് നിങ്ങൾ ധാരാളമായി പാരായണം ചെയ്യുക. അത് കഴിഞ്ഞാല് നമ്മൾ പാരായണം ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മളെ കണ്ണിൽ തട്ടിയ ചില വചനങ്ങൾ ഉണ്ടാകൂലേ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പറ്റുമെങ്കിൽ ഒരു പെൻസിൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് റമളാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഒന്നും കൂടി ഇരുത്തി ചിന്തിച്ച് അതിന്റെ അർത്ഥങ്ങളൊക്കെ വായിച്ച് അതിനെ മനസ്സിലാക്കി ആ രീതിയിൽ നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് ഖുർആനിന് വേണ്ടി തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു തആലന്റെ കലാമിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ കണ്ടെത്തുക. തീർച്ചയായും അത് അള്ളാഹു തആല നമ്മളെ വെളിച്ചത്തെ കൂടുതൽ കൂടുതൽ പ്രകാശപൂരിതമാക്കി തരും. നമ്മളെ ഹൃദയത്തിലെ ഈമാനിനെ അള്ളാഹു തആല കൂട്ടിത്തരും. തീർച്ചയായും ഇൻഷാ അള്ളാഹ്. നമ്മൾ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഈ പരിശുദ്ധ റമളാൻ നമ്മൾ പല കാര്യങ്ങളും നമ്മളെ ആവശ്യങ്ങൾ റബ്ബിലേക്ക് തേടുന്നുണ്ട് അല്ലെ. ഇതൊക്കെയാണ് നമ്മളെ വലിയ ആവശ്യം. നമ്മളെ ഹൃദയത്തിലെ ഈമാനിന് ഒരു കുറവ് വരാതെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക, അല്ലെങ്കിൽ സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവെ, നിന്റെ ദീനില് ഞങ്ങളെ ഹൃദയത്തിന് നീ സ്ഥിരത നൽകണേ, ഉറപ്പ് നൽകണേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നിരന്തരം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും എത്ര തവണ പ്രാർത്ഥിക്കണം അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 100-ലധികം ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാപവും ചെയ്യാത്ത, പിന്നെ നമ്മൾ എത്ര ചെയ്യണം? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. ഈ നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്ത ഒന്നാമത്തെ ക്വാളിറ്റിയല്ല റബ്ബിനെ അനുസരിക്കുക എന്നുള്ളത്. റബ്ബിനെ അനുസരിക്കുക എന്നുള്ളത്. പിന്നെ ക്ഷമ അല്ലെ, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. അള്ളാഹു തആലയോ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ അല്ലെ, ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കൊരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മഅയത്ത് നമ്മളെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലെ. ഏതൊരു പ്രതിസന്ധിയിലും വിശ്വാസിക്കാതെ എന്താണ്? ആശ്വാസമാണ്. ഒരാള് രോഗം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നു എന്ന് വിചാരിക്കും. ആ രോഗിയുടെ കൂടെ ആരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് ല്ലേ. അള്ളാഹുവിന്റെ മഅയത്താണ് അവിടെ ഒക്കെ വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ ല്ലേ, മഅൽ മുഹ്സിനീൻ, മഅസ് സ്വാബിരീൻ. അള്ളാഹുവിന്റെ മഅയത്ത് എവിടെയൊക്കെ ഉണ്ടോ ആ ക്വാളിറ്റീസ് എല്ലാം നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധ റമളാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ റഹ്മാനായ റബ്ബേ, നിന്റെ തൃപ്തിയിലും പ്രീതിയിലുമായിക്കൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവെ നീ ഞങ്ങളെ സഹായിക്കണേ. അള്ളാഹ്, നിന്റെ കാരുണ്യവും ഔദാര്യവും ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല റഹ്മാനായ റബ്ബേ. ഞങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ഈ റമളാനിനെ ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിന്റെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാഹ്. ബദറിൽ വിശ്വാസികൾക്ക് അള്ളാഹു തആല നീ സഹായം നൽകിയില്ലേ, മലക്കുകളെ അയച്ച് നീ സഹായിച്ചില്ലേ റഹ്മാനായ റബ്ബേ. ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാഹ്. അവർക്കൊക്കെ നൽകിയ ആ ഈമാൻ, ആ ഒരു കരുത്തുള്ള ഈമാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ നേടിയെടുക്കുന്ന ഈ തഖ്വ, ഇഹ്സാൻ, എല്ലാം ഈമാൻ എല്ലാം റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഞങ്ങൾക്ക് തഖ്വയോട് കൂടി ജീവിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണേ നാഥ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങൾ അള്ളാഹുവെ ഏറ്റവും നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, അലസതയില്ലാതെ, മടിയില്ലാതെ, ഉന്മേഷത്തോടെ നല്ല രീതിയിൽ കർമ്മങ്ങളെ ഏറ്റവും ഭംഗിയാക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ.
നിന്റെ സഹായവും ഔദാര്യവും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല റഹ്മാനായ റബ്ബേ. ഇതൊക്കെ നീ ഞങ്ങൾക്ക് അവസരം തന്നു, ഇതിനു വേണ്ടി ഞങ്ങൾ നീ തെരഞ്ഞെടുത്തു അള്ളാഹുവേ. ഈ സെലക്ഷൻ ഞങ്ങളുടെ മരണം വരെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലെത്തി നിന്നെ കണ്ടുമുട്ടുന്നത് വരെ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ സ്വർഗത്തിന്റെ മലായികത്തുകളെ കണ്ടുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധ റമളാനും പരിശുദ്ധ ഖുർആനും നാളെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങൾ ദുർബലരായ വിശ്വാസികളാണ് അല്ലാഹുവേ. ഞങ്ങൾക്ക് ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ. ഈ പരിശുദ്ധ റമളാൻ പാപം പൊറുക്കപ്പെടുന്ന മനസ്സുകളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന ഈ ഒരു റമളാൻ ഞങ്ങളുടെ പാപങ്ങളിൽ ഞങ്ങൾ നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തഖ്വയോടുകൂടി ജീവിക്കാൻ അനുസരണയുള്ള നല്ല മുത്തഖീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അതാ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വരും തലമുറകളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ദുനിയാവ് വല്ലാത്ത ഫിത്നയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവേ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും റഹ്മാനായ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വരും തലമുറകളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ലഹരി എന്ന വല്ലാത്തൊരു ഫിത്ന പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ. അതിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ നാഥ. കുടുംബങ്ങളിൽ നീ സന്തോഷവും സമാധാനവും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും ഹൃദയങ്ങൾ നീ ഐക്യപ്പെടുത്തണേ അല്ലാഹ്. നീ നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങൾ മുഹ്സിനീങ്ങൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. രോഗികളായി പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നാഥ നീ രോഗങ്ങൾക്ക് ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം ആയതിന്റെ പേരിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെ നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ നാഥ. ഇസ്ലാമിന് നീ വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങൾക്ക് നിർഭയത്വത്തോടുകൂടി നിനക്ക് യഥാർത്ഥ വിധം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് എപ്പോഴും നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവേ ഇന്ന് ഖബറുകളിലാണല്ലോ. അവർക്ക് ഇന്ന് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമില്ല റഹ്മാനായ റബ്ബേ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റഹ്മാനായ റബ്ബേ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ അർഷിന്റെ അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വാലിഹീങ്ങളോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം ഞങ്ങൾക്കും ഒരു സ്ഥാനം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതിനുതകുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. കത്തിയാളെന്ന കഠോരമായ നരകശിക്ഷയിൽ നിന്ന് റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരും നീ കാത്ത് സംരക്ഷിക്കണേ നാഥ. ഒരു നിമിഷം പോലും നരകത്തിൽ സ്പർശിക്കാതെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ദുആവസ്യത്തുകൾ പലരും പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെയും പ്രാർത്ഥനകൾ എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ചു നൽകി അനുഗ്രഹിക്കണേ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.